തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു അറ്റാക്ക് പേഷ്യൻ്റാണ്. ഞാനിപ്പോൾ അറ്റാക്ക് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാത്റൂമിൽ പോലും നടന്നു പോകരുതെന്നാണ് പറഞ്ഞത്. വീൽ ചെയറിലേ പോകാവൂ, ഒരു ശകലം പോലും നടക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ 50 രോഗികളിലേക്ക് വാർഡിനകത്ത് മാത്രമേ ഉള്ളൂ. ഈ വാർഡിനകത്തുള്ള 50 രോഗികൾക്ക് ഒരു വീൽ ചെയറാണുള്ളത്. ഒരേ സമയം 2 പേർക്കോ 3 പേർക്കോ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകുമെന്നൊരു അറിയത്തില്ല. അത്യാവശ്യത്തിന് നമ്മൾ പെട്ടെന്ന് ചിലപ്പം നടന്നു പോവേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ ഒരു രോഗി പോയി കഴിഞ്ഞാൽ ആ രോഗിയോട് ചിലപ്പോൾ കുഴഞ്ഞു വീഴുകയും ചെയ്യും. അത്ര ഗതികെട്ടൊരു അവസ്ഥയാണ് മെഡിക്കൽ കോളേജിനകത്ത്. കാരണം ബെഡുകൾ പോലും എല്ലാം ഒടിഞ്ഞ ബെഡുകളാണ്. ഒരു ബെഡ് പോലും നേരാവണ്ണമുള്ള ഒറ്റ ബെഡില്ല, എല്ലാം ഒടിഞ്ഞ ബെഡാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചത് ഈ ബെഡുകൾ തന്നെ ഇതിലുണ്ടോ, ഇതേപോലെ പല ബെഡുകളും മൊത്തം അടി ദ്രവിച്ചിരിക്കുക. അതിൻ്റെ മേളിലാണ് ഈ ബെഡിട്ടിരിക്കുന്നത്. ഇത് ഒരാൾക്ക് മാത്രമുള്ള അനുഭവമല്ല, മെഡിക്കൽ കോളേജിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ്. കട്ടിലുകളെല്ലാം മിക്കതും തുരുമ്പ് പിടിച്ച അവസ്ഥകളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഡാമേജായ കട്ടിലുകളും വീൽചെയറുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇതൊക്കെ നീക്കം ചെയ്താൽ 10 രോഗികൾ കൂടി അവിടെ കിടത്താൻ സാധിക്കും. 1ഉം 2ഉം വാർഡുകളിലെ ബാത്റൂമിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. രോഗികൾക്കും കൂടെയുള്ള ആളുകൾക്കും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരേ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ബ്ലോക്ക് പോലും ഇല്ല. ഒരു കട്ടിൽ പലപ്പോഴും 2 രോഗികൾ വരെ കിടക്കാറുണ്ട്. മിക്കപ്പോഴും 2 രോഗികൾക്കും 2 അസുഖങ്ങളുമായിരിക്കും. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഭാവിയിൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാനായിട്ട്.